നമ്മുടെ ഹോസ്റ്റലിൻ്റെ സൈഡിലുണ്ടല്ലോ ഒരു മാവുണ്ട്. ആ മാവ് നിറയെ മാങ്ങയുണ്ട്. അപ്പോൾ ഈ മാങ്ങ എപ്പോഴും താഴെ വീഴാറുണ്ട്, വലുതും ചെറുതുമായിട്ടുള്ള കണ്ണിമാങ്ങയൊക്കെ. അപ്പോൾ ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഈ മാങ്ങയൊക്കെ പോയി നോക്കും, കാരണം പഴുത്ത മാങ്ങ ഉണ്ടോയെന്ന് അറിയാൻ വേണ്ടിയിട്ട്. പക്ഷേ വീഴുന്ന മിക്ക മാങ്ങയും കേടായിട്ടുള്ള മാങ്ങയായിരുന്നു. അപ്പോൾ ഇന്ന് ഞാൻ നോക്കിയപ്പോൾ ഒരു മാങ്ങ അടപ്പുണ്ടായിരുന്നു, ഒരു പച്ച മാങ്ങ. അപ്പോൾ ഞാനതെടുത്ത് സ്മെല്ല് ചെയ്ത് നോക്കിയപ്പോൾ നല്ല പഴുത്ത മാങ്ങയുടെ സ്മെല്ലുണ്ടായിരുന്നു. അപ്പം ഞാൻ പറഞ്ഞ മാവ് ഇതാട്ടോ, ഇതിൽ അത്യാവശ്യം കുറേ മാങ്ങ കിടക്കുന്ന നിങ്ങൾക്ക് ഇതിൽ കാണാൻ പറ്റും. അപ്പോൾ ഈ മാങ്ങ കിട്ടിയ എക്സൈറ്റ്മെൻറ്റ് ഞാൻ ഓടിച്ചെന്ന് കഴുകി നല്ല വൃത്തിയാക്കി കുളിപ്പിച്ച് കുട്ടപ്പനാക്കി എടുത്തു. അപ്പോൾ എൻ്റെ അടുത്ത പ്രശ്നം എന്ന് പറഞ്ഞാൽ ഇത് കട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് എൻ്റെ കത്തിയില്ല. അപ്പോൾ നിങ്ങളോർക്കും കത്തിയില്ലെങ്കിൽ എന്താ പല്ല് വെച്ചിട്ട് കടിക്കത്തില്ലേ എന്ന്. ശരിയാ, പല്ല് വെച്ചിട്ടും കടിക്കാം. പക്ഷേ ഉണ്ടല്ലോ, ഞാൻ എപ്പോൾ ഇതുപോലത്തെ നല്ല മാങ്ങ, അതായത് പുറമേ ഒരു കുഴപ്പമില്ലാത്ത മാങ്ങ എടുത്താലും അത് കേടായിരിക്കും, പുഴുവൊക്കെ ആയിട്ട് മുഴുവൻ കേടായിരിക്കും. അപ്പോൾ പണ്ട് പഴഞ്ചൊല്ല് പറഞ്ഞു കേട്ടിട്ടുണ്ട്, അഴകുള്ള ചക്കയെ ചോളയില്ലെന്ന് പറഞ്ഞ പോലെ ഇതുപോലെ നല്ലതായിട്ടിരിക്കുന്ന മാങ്ങയിലെല്ലാം കേടൊക്കെ ആയിരിക്കും, എന്തെങ്കിലും ഒരു കുഴപ്പം കാണും. അല്ലാത്ത മാങ്ങയ്ക്കൊന്നും ഒരു കുഴപ്പവും ഉണ്ടാവത്തുമില്ല, അതായത് ഷേപ്പ് വ്യത്യാസവും, അതായത് അവിടെ ഇവിടെ ചളങ്ങിയിരിക്കുന്ന മാങ്ങയ്ക്കൊന്നും വലിയ കുഴപ്പമുണ്ടാവില്ല. അപ്പം കത്തിയില്ലെങ്കിൽ എന്താ, പല്ലുണ്ടല്ലോ എന്നോർത്ത് ഞാനത് രണ്ടും കൽപ്പിച്ച് കടിച്ചു കഴിച്ചു കേട്ടോ. നല്ല ടേസ്റ്റ് ഉണ്ട്. ഫസ്റ്റത്തെ കടിയിൽ തന്നെ, അതായത് ഫസ്റ്റ് ബൈറ്റ് എടുത്തപ്പോൾ തന്നെ നല്ല തേൻ പോലത്തെ മധുരമായിരുന്നു കേട്ടോ. ഞാനത് പൊളിച്ച് നോക്കിയപ്പോൾ അതിലങ്ങനെ പുഴുവും കാര്യങ്ങളൊന്നും ഇല്ലായിരുന്നു. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. കുറേ നാൾ കൂടിയാണ് ഞാനിപ്പോൾ മാമ്പഴമൊക്കെ കഴിക്കുന്നത്. അപ്പോൾ അതിൻ്റെ ഒരു കൊതിയൊക്കെ നിങ്ങൾക്ക് എൻ്റെ ഫേസിൽ കാണാൻ പറ്റും. അപ്പം ഞാനിതുപോലെ ഡെയിലി വീഡിയോസൊക്കെ അപ്ലോഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ വീഡിയോസൊക്കെ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ ഓക്കെ, ബൈ.